അള്ളാഹിനെ അടുപ്പിച്ച് നമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ എളുപ്പമുള്ള ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് ദുആ അധികരിപ്പിക്കുക എന്നത്. ദുആ നടത്തിയില്ലെങ്കിലും അള്ളാഹു കാര്യങ്ങൾ സാധിച്ച് തരാൻ കഴിയുന്നവനാണ്. പക്ഷേ അള്ളാഹു വെച്ചൊരു കാരണമാണ് ഉടമയായ അള്ളാഹുവിനോട് കെഞ്ചുക, യാചിക്കുക എന്നത്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്, മാത്രമല്ല ഇബാദത്തുമാണ്. നമ്മൾ പലപ്പോഴും ദുആയിൽ പിന്നോട്ട് പോകുന്നതും മടിയാകുന്നതും ചോദിച്ച കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. ചില ആളുകൾ ആ വിഷയത്തിൽ ആശങ്ക പറയാറുണ്ട്. എത്രയോ തവണയായി അള്ളാഹിനോട് ദ്വാരുന്ന ഉസ്താദെ, പക്ഷെ ഉത്തരം കിട്ടണില്ല. അത് വിവരക്കേടിന് അങ്ങേയറ്റമാണ്. കാരണം അള്ളാഹു എങ്ങനെയാണ് ഉത്തരം തരിക എന്നതിനെ കുറിച്ച് കൃത്യമായൊരു അവബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നത് പല നിലയിലാണ്. അതെല്ലാം ഉത്തരമാണ്. ഒന്ന്, ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് അപ്പം തരും, അതൊരു ഉത്തരമാണ്. ചിലത് ചോദിച്ചത് നമുക്ക് എപ്പോഴാണോ ഹൈറ് എന്നത് നമ്മളെക്കാൾ അറിയുന്ന അള്ളാഹുവാണ്. ആ ഹൈറുള്ള സമയത്ത് തരും. ചിലത് നമ്മൾ ചോദിച്ചതല്ല തരാം, അതിനേക്കാളും മുന്തിയത് ആ ചോദിച്ചതിന് തന്നിട്ടുണ്ടാവും, നമ്മൾ അറിയില്ല. ചിലത് അള്ളാഹു താല നമ്മളെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അതൊന്നും തരൂല. പക്ഷെ നമുക്ക് വരുന്ന വലിയ ആഫത്തുകൾ ഈ ചോദ്യം കാരണത്താൽ തട്ടിത്തരും. ഇതൊക്കെ ഉത്തരങ്ങളാണ്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ചിലത് അള്ളാഹു ചോദിച്ചത് ദുന്യാവ് തരൂല, അതൊക്കെ എടുത്തു വെച്ചിട്ട് അതിന് ആഖിറത്തിലെത്തിയാൽ സമ്മാനം ഒരുപാട് തന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ ദ്വാരുന്നതിന് ഉത്തരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ ആഖിറത്തിലെത്തണം. അതിന് തീരുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദുആ നല്ലോ നടന്നോട്ടെ. അദ്ദുആ വൽ ഇബാദ, അതൊരു ഇബാദത്താണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ കൊണ്ടുവന്ന വാക്കുകൾ കിട്ടുമെങ്കിൽ അതാണ് ദുആക്ക് ഏറ്റവും നല്ലത്. അല്ലാത്ത ദ്വാരുന്നൂടാന്നല്ല, ഏറ്റവും നല്ല അതാണ്. അല്ല, സ്വഹാബാക്കൾ കൂടുതൽ ദുആ ചെയ്തിരുന്ന ഹബീബിന്റെ കേട്ടിട്ട് അങ്ങനെ തന്നെ ദ്വാരക്കലാണ്. ഒരിക്കലും ഒരു സദസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗത്തിനെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞ് തീച്ചൂട് കയറി സ്വഹാബാക്കളൊക്കെ വിറച്ച് നിൽക്കുകയാണ്. ആ സദസ്സിൽ അവസാനമായി ദീർഘമായ ഒരു ദുആ നടത്തി. ആ ദുആയിൽ ഉമ്മത്തിനെ കുറിച്ചൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് മുസ്തഫ നബി ദുആ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ കഴിഞ്ഞപ്പോ സഹാബാക്കൾക്ക് എന്ത് ദുആയിരുന്നാലും പെട്ടെന്ന് മനപ്പാടാറുണ്ട്, അവര് പഠിക്കാറുണ്ട്. പക്ഷെ ആ ദുആ ദീർഘമായത് കൊണ്ടോ എന്തോ അത് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅവത ബിദുആഇൻ കസീർ, വമ്പിച്ച ദീർഘമായ ദുആയാണല്ലോ അങ്ങ് ദ്വാരുന്നത്. ലം നഹ്ഫദ് മിൻഹു ശൈഅൻ, ഞങ്ങൾക്ക് അതിനൊന്നും മനപ്പാടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ദ്വാരന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ പറഞ്ഞാണ്, തങ്ങളെ അങ്ങ് ദീർഘമായ ദ്വാ നടത്തി, ഞങ്ങൾക്കൊന്നും അത് മനപ്പാടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ സമയത്ത് പറഞ്ഞു കൊടുത്ത ഹദീസിൽ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ആ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് പല വിഷയത്തിനും നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ല, ഞാൻ ദ്വാരുന്ന മുഴുവനും കൂടി ദുനിയാവിൽ ഞാൻ എന്തെല്ലാം കാര്യം ദുആ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന പ്രധാന ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേറ്റേ എന്ന് വെച്ചു. അപ്പൊ അവരെ അത് അറിയാനുള്ള ആവേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പ്രേരിപ്പിച്ച സമയത്ത് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് ദ്വാരുന്നാ മതി. അല്ലാഹുമ്മ ഇന്ന, ഒറ്റക്കാണെങ്കിൽ ഇന്നി, ഹദീസിലുള്ളത് അല്ലാഹുമ്മ ഇന്ന, അല്ലാഹുമ്മ ഇന്ന നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വനഊദു ബിക മിൻ ശർരി മാ സ്തഅദക മിൻഹു നബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വഅൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ഈ ദുആ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ എന്തെല്ലാം തോരുന്നു അത് മുഴുവനത്തിന്റെയും രത്ന ചുരുക്കമാണ് ഈ ദുആ എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഹദീസാണ്. ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനപ്പാടായിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ രാവിലത്തെ ക്ലാസ് യൂട്യൂബിൽ ഇടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ പോയാലും ഉസ്താദ്മാരടക്കം പറയാറുണ്ട്, രാവിലത്തെ എല്ലാ ദിവസത്തെ ക്ലാസ്സും കേൾക്കാറുണ്ട്, ഇന്നലെ എന്തേ ഉണ്ടാവാഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പൊ ആണെങ്കിൽ അത് തപ്പിയാൽ കിട്ടും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وآله وسلم ونعوذ بك من شر ما استعاذك منه ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. അതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ, പടച്ചവനെ നിന്നോട് ഞാൻ എല്ലാ നന്മകളും ചോദിക്കുകയാണ്. മുസ്തഫ നബി എന്തെല്ലാം നന്മകളാണോ നിന്നോട് ചോദിച്ചത് അത് മുഴുവനും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹ്, മുസ്തഫ നബി എന്തെല്ലാം പരാജയങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ഷർറുകളിൽ നിന്നാണോ നിന്നോട് അഭയം തേടിയതെങ്കിൽ അതിനെ തൊട്ടൊക്കെ ഈ എളിയവനായ അടിമ നിന്നോട് അഭയം തേടുകയാണ്. അല്ലാഹ്, സഹായം തേടപ്പെടുന്നവൻ നീയല്ലയോ അല്ലാഹ്. ഹൗലും ഖുവ്വത്തും നിന്നിലാണല്ലോ അല്ലാഹ്. ദോഷങ്ങളെ തൊട്ട്, പരാജയങ്ങളെ തൊട്ട്, പ്രശ്നങ്ങളെ തൊട്ട് തിരിക്കാനും നിനക്കേ കഴിയൂ, നന്മയിലേക്ക് ശക്തി തരാനും നിനക്കേ കഴിയൂ എന്ന് പടച്ചവന്റെ മുമ്പിൽ കെഞ്ചുന്ന അറിയപ്പെട്ട വചനങ്ങളാണ്. അള്ളാഹു ജീവിതത്തിൽ പഠിച്ച് അത് പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. ദുനിയാവ് ആഖിറ രക്ഷപ്പെടാനുള്ള സുപ്രധാനമായ ദുആയാണ്. ദുആ നല്ലോ നടത്തിക്കൊള്ളി, നിരാശ വേണ്ട. കുറെ ദ്വാരക്ക, അതിന് അതേപടി നമ്മൾ വിചാരിച്ച പോലെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിർത്തുക. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഒരിക്കലും ശരിയല്ല. ഒരു പക്ഷെ ആ ദുആ നീ നടത്തിയതുകൊണ്ടായിരിക്കാം റോഡിൽ നീ ആക്സിഡന്റിൽ പെടായിരുന്നത്. നീ ചോദിച്ച ചിലപ്പം ഗൾഫൊക്കെ വിസ ഇട്ടാനായിരിക്കും. വിസ ഇട്ടിന് എന്താ കാര്യം? അവിടെ പോയ ഉടനെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചാ പിന്നെ വിസ ഇട്ടായിരിക്കല്ലത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തോ ഒരു മുസീബത്ത് കണക്കാക്കിയത് ഈ വിസക്ക് വേണ്ടി നിരന്തരം ചോദിച്ചത് ഇബാദത്താണ്. അതിന്റെ ബർക്കത്തോണ്ട് അള്ളാഹു തആല ഒഴിവാക്കി തരും. അല്ലെങ്കിൽ അള്ളാഹിനോട് ഇനി ദ്വാരുന്നു, പടച്ചവനെ എന്റെ വയറുവേദന മാറ്റിത്തരണേ അല്ലാഹ്. ഒരു 3-4 ദിവസം അടുപ്പിച്ച് ദ്വാരുന്നിട്ട് വയറുവേദന മാറില്ല, പിന്നെ ഒന്നുമില്ല. ഒരു പക്ഷെ ആൾക്ക് ക്യാൻസറിന്റെ ശാഖ ഉണ്ടായിട്ടുണ്ടാവും. അത് അള്ളാഹു തആല ലിവറുമെന്ന് ബ്ലോക്കാക്കി തന്നിട്ടുണ്ടാവും. വേദവേദന അങ്ങനെ നിർത്തി ചെയ്യും. ഈ ദ്വാകാരണത്തിൽ അതിനേക്കാളും വലുത് ഒഴിവാക്കി തന്നിട്ടുണ്ടാവും. നമ്മളറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെ ഉള്ളിലുണ്ട് എന്ന്. അപ്പൊ നമ്മൾ ഈ ചോദിച്ചത് ഇതേപോലെ ആ സമയത്ത് കിട്ടണം എന്നുള്ള വാശിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അള്ളാഹിനോട് അങ്ങനെ വാശി പാടില്ല. നമ്മൾ ചോദിച്ചത് നമുക്ക് എന്താണോ ഹൈറ്, എപ്പോഴാണോ ഹൈറ്, എങ്ങനെയാണോ ഹൈറ്, അതിന്റെ അളവ് തോതനുസരിച്ച് കൃത്യമായി ഭംഗിയാക്കി പൂർത്തിയാക്കി തരാൻ കഴിയുന്ന എല്ലാം അറിയുന്നവനാണല്ല. അവനോട് ദ്വാരക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അവനെങ്ങനെയാ ഉത്തരം തരുന്ന അങ്ങനെ തന്നോളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ സമയത്ത് ഹദീസിൽ അറിയപ്പെട്ട ഈ പ്രധാനപ്പെട്ട ദുആ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ട് പഠിച്ച് ദുആയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ട് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وآله وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وآله وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുആ ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുള്ള വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. ദുആയിൽ മടുപ്പ് വരുന്ന ദൗർഭാഗ്യം നൽകല്ല അല്ലാഹ്.
അള്ളാഹുവേ, റമദാനിന്റെ മുന്നൊരുക്കത്തിൽ പരമപ്രധാനമായ കാര്യങ്ങളിൽ ചിലതൊക്കെ പറഞ്ഞ ജീവിതത്തിൽ വർജിക്കാനുള്ളത് വർജിക്കുകയും വർദ്ധിപ്പിക്കാനുള്ളത് വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള ബോധവും ഭാഗ്യവും നൽകണേ അല്ലാഹുവേ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, മആശിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, മഈശത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അസ്വാജിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഔലാദിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അംവാലിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, തിജാറയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, മുആമലാത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സുറൂഇൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ബിലാദിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഔഖാത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഖ്വാലിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഹ്വാലിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഖ്ലാഖിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഫ്ആലിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, സഫറുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. മാതാപിതാക്കളുടെ പ്രയാസം ക്ഷീണം കൊണ്ട് ദുആക്ക് പ്രേരിപ്പിച്ചവരുണ്ട്. നീ ശിഫായുടെ സലാമത്തിന്റെ ബാബുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് പ്രയാസമുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. ചെകിടുകൾക്ക്, മസ്തിഷ്കങ്ങൾക്ക്, കൈകാലുകൾക്ക്, ഊരക്ക് വേദനയുള്ളവർ, കടച്ചിലുള്ളവർ, പ്രശ്നമുള്ളവർ, നിവർന്നു നിൽക്കാൻ കഴിയാത്തവർ, നീ അല്ലാഹുവേ പരിഹാരം പ്രദാനം ചെയ്യണേ റബ്ബേ. കച്ചവടത്തിൽ തളർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഉണർത്തിയ സഹോദരന്മാരുണ്ട്. അല്ലാഹ്, കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രാവിലെ സമയത്ത് നിന്റെ ദീന് കേൾക്കാൻ പള്ളിയിലേക്ക് വരുന്നവരെ ഇരുലോകത്തും നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അവരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്ന് മരിച്ചു കിടക്കുന്ന മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കൂടെ പഠിച്ചവർ, ഉറ്റവർ, ഉടയവർ, സഹായികൾ പലരും ഖബറുകളിലാണ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർ വേറെയുമുണ്ട്. എല്ലാവർക്കും ഖബറുകൾ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്, പ്രവിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഹജ്ജിനും ഉംറയ്ക്കും അല്ലാഹുവേ അവസരം കിട്ടി കാത്തിരിക്കുന്ന മുഅദ്ദിൻ ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഹയാത്തിൽ പലതവണ ഇരു ഹറമകളിൽ പോയി ഹജ്ജുംറകൾക്കും സിയാറത്തിനും അവസരം നൽകണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وآله وسلم ونعوذ بك من شر ما استعاذك منه نبيك محمد صلى الله عليه وآله وسلم وأنت المستعان وعليك البلاء ولا حول ولا قوة إلا بالله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين. الحمد لله رب العالمين. السلام عليكم.